KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ വെണ്ണക്കോട്. പ്രധാന വാർത്തകൾ. മർക്കസ് സമ്മേളനം സന്ദേശയാത്രയ്ക്ക് ആസ്ഥാന ജില്ലയിൽ ആവേശകരമായ സ്വീകരണം. ജില്ലാ സന്ദേശയാത്ര ഇന്ന് മുതലക്കുളത്ത് സമാപിക്കും. മുജാഹിദ് സമ്മേളനം പ്രചാരണാർത്ഥം കുവൈത്തിലെത്തിയ മുജാഹിദ് നേതാക്കൾക്ക് നിസ്സഹകരണം. ബാംഗ്ലൂർ സ്ഫോടനക്കേസിൽ പ്രതിയാക്കപ്പെട്ട് കർണാടക ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅദനിക്ക് ചികിത്സ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. CPM പ്രതിനിധി സംഘം മഅദനിയുടെ വീട് സന്ദർശിച്ചു. മഅദനി വിഷയം CPM രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. നിയമസഭയിൽ പ്രമേയം പാസാക്കണമെന്ന് യൂത്ത് ലീഗ്. വിവാദ പ്രസ്താവനകളോടെ പാക് ആഭ്യന്തരമന്ത്രി റഹ്മാൻ മാലിക്കിന്റെ ഇന്ത്യ സന്ദർശനം സമാപിച്ചു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി കാലാവധി ജനുവരി 10 അവസാനിക്കും. പുതിയ കമ്മിറ്റി ജനുവരിയിൽ. ഡൽഹിയിൽ ബസ്സിനുള്ളിൽ വിദ്യാർത്ഥിനിയെ മാനഭംഗപ്പെടുത്തി പുറത്തേക്കെറിഞ്ഞു. പാകിസ്ഥാനിലെ മാർക്കറ്റിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ 17 പേർ കൊല്ലപ്പെട്ടു. നസീഹ 2012 പ്രഭാഷണവേദിയിൽ ഇന്ന് VPA തങ്ങൾ ആട്ടീരി. വാർത്തകൾ വിശദമായി. ബാംഗ്ലൂർ സ്ഫോടനക്കേസിൽ പ്രതിയാക്കപ്പെട്ട് കർണാടക ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅദനിക്ക് ചികിത്സ ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. 2 മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ ഇക്കാര്യം കത്ത് മുഖേന കർണാടക സർക്കാരിനോട് ഉന്നയിച്ചിരുന്നു. മെഡിക്കൽ റിപ്പോർട്ടുകൾ അടക്കമുള്ള മറുപടിയാണ് കർണാടകം നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ചികിത്സ ലഭിക്കുന്നില്ലെന്നുള്ള മഅദനിയുടെ കുടുംബാംഗങ്ങളുടെ പരാതിയിൽ വിഷയം സർക്കാർ വീണ്ടും പരിഗണിക്കുമെന്നും ചികിത്സ ലഭ്യമാക്കാനുള്ള എല്ലാ സഹായവും നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രമേശ് ചെന്നിത്തല, പാലോട് രവി, MA ബേബി, കോവൂർ കുഞ്ഞിമോൻ എന്നിവരാണ് വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത്. മഅദനി ജയിലിൽ കഴിയുന്നത് കർണാടകത്തിലായതിനാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ വിഷയം പരിശോധിക്കാൻ സർവകക്ഷി സംഘത്തെ നിയോഗിക്കണമെന്ന ആവശ്യത്തോട് മുഖ്യമന്ത്രി അനുകൂലമായി പ്രതികരിച്ചില്ല. അബ്ദുൽ നാസർ മഅദനിയുടെ ശാസ്താംകോട്ടയിലെ വീട് സുന്നി നേതാക്കൾ സന്ദർശിച്ചു. മഅദനിയുടെ പിതാവും മാതാവും കഴിയുന്ന മൈനാഗപ്പള്ളിയിലെ കുടുംബ വീടായ തൊട്ടുവിൽ മൻസിലിലാണ് നേതാക്കൾ എത്തിയത്. മർക്കസ് സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന തെക്കൻ മേഖലാ സന്ദേശയാത്രയുടെ നായകൻ സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. മഅദനിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ പിന്തുണയ്ക്കുമെന്നും മഅദനിയുടെ മോചനത്തിനു വേണ്ടി കാന്തപുരവും സുന്നി സംഘടനകളും നടത്തുന്ന ഇടപെടലുകൾ തുടരുമെന്നും നേതാക്കൾ മഅദനിയുടെ പിതാവ് അബ്ദുസമദ് മാസ്റ്ററോട് പറഞ്ഞു. ഡോക്ടർ PA മുഹമ്മദ് കുഞ്ഞി സഖാഫി, AK ഹംസ സഖാഫി, മണപ്പള്ളി, നാസർ ചെറുവാടി, ഷഫീഖ് ലത്തീഫി തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. മഅദനിക്ക് നീതി ലഭ്യമാക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണിക്കും ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും നിവേദനം നൽകിയിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റിയുടെ 3-അംഗ പ്രതിനിധി സംഘം അബ്ദുൽ നാസർ മഅദനിയുടെ കുടുംബ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ച് ഐക്യദാർഢ്യം അറിയിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം PK ഗുരുദാസൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MK ഭാസ്കരൻ, കൊല്ലം ജില്ലാ സെക്രട്ടറി K രാജഗോപാൽ എന്നിവരാണ് ഇന്നലെ രാവിലെ 10 മണിയോടെ എത്തിയത്. നേതാക്കൾ 1 മണിക്കൂറോളം ഇവിടെ ചെലവഴിച്ചു. മഅദനിക്ക് മതിയായ ചികിത്സയും നീതിയും കിട്ടുന്നതിനായി CPM ഏതു തലം വരെയും ഒപ്പം നിൽക്കുമെന്ന് അവർ മഅദനിയുടെ മാതാപിതാക്കളായ TA അബ്ദുസമദ് മാസ്റ്റർക്കും അസ്മാ ബീവിക്കും ഉറപ്പു നൽകി.
കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന അബ്ദുൽ നാസർ മഅദനിക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്ന് കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കർണാടക സർക്കാർ മഅദനിയോട് കാട്ടുന്നത് ക്രൂരതയാണ്. ഏതൊരു പൌരനും ലഭിക്കേണ്ട മാനുഷിക പരിഗണന മഅദനിക്കും നൽകേണ്ടതുണ്ട്. അത് ഭരണഘടനാപരമായ അവകാശമാണ്. മഅദനിയുടെ കാര്യത്തിൽ UDF സർക്കാർ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. എന്നാൽ ഈ വിഷയത്തിലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ CPM ശ്രമിക്കുന്നത് അപലപനീയമാണെന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. അബ്ദുൽ നാസർ മഅദനിക്ക് നീതിയും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ നിയമസഭയിൽ പ്രമേയം പാസാക്കണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സ്വാദിഖ് അലിയും ജനറൽ സെക്രട്ടറി CK സുബൈറും വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കർണാടക പോലീസിന് മഅദനിയെ കൈമാറിയിട്ട് 2.5 വർഷമായി. നിയമസംവിധാനത്തിൽ വിശ്വാസമർപ്പിച്ചാണ് ഇതുവരെ യൂത്ത് ലീഗ് കാത്തിരുന്നത്. രോഗിയായ മഅദനിയുടെ പരിതാപകരമായ സ്ഥിതി പരിഗണിക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറാവണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മഅദനിയെ രാഷ്ട്രീയമായും വൈകാരികമായും ഉപയോഗിക്കാൻ ലീഗ് മുതിർന്നിട്ടില്ല. മുതലെടുപ്പ് മുഴുവൻ CPMന്റെ ഭാഗത്തുനിന്നാണ് ഉണ്ടായതെന്നും ഇരുവരും പറഞ്ഞു. യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ മാർച്ച് 10 ആരംഭിച്ച ക്യാമ്പയിൻ ഫെബ്രുവരി 16 കോഴിക്കോട്ട് സമാപിക്കും. സമാപനത്തോടനുബന്ധിച്ച് കോഴിക്കോട് യുവജന റാലി സംഘടിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് CPA അസീസ്, സെക്രട്ടറി KT അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു. 2012 ജനുവരി മുതൽ നവംബർ വരെ കേരളത്തിൽ 371 സ്ത്രീകൾ കൊല്ലപ്പെട്ടതായി ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയെ അറിയിച്ചു. 2011 മെയ് മുതലുള്ള കണക്കുകളനുസരിച്ച് 1661 മാനഭംഗ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 199 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പീഡനത്തിനിരയായിട്ടുണ്ടെന്നും M ചന്ദ്രന്റെ ചോദ്യത്തിനു മറുപടിയായി മന്ത്രി അറിയിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ബവറേജസ് കോർപ്പറേഷൻ 13,001 കോടിയുടെ മദ്യം വിപണനം ചെയ്തതായി എക്സൈസ് മന്ത്രി K ബാബു പറഞ്ഞു. 10,394 കോടി നികുതിയായി ഖജനാവിൽ നൽകിയിട്ടുണ്ടെന്നും EP ജയരാജന്റെ ചോദ്യത്തിനുള്ള രേഖാമൂലമുള്ള മറുപടിയിൽ K ബാബു പറഞ്ഞു. സംസ്ഥാനത്ത് മദ്യം പൂർണ്ണമായി നിരോധിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും മന്ത്രി അറിയിച്ചു. ISRO ചാരക്കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള K മുരളീധരന്റെ കത്ത് ലഭിച്ചതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. എന്നാൽ ഇതിൽ നിയമോപദേശം തേടിയിട്ടില്ല. സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വിമാനത്താവളങ്ങൾ വഴി മനുഷ്യക്കടത്ത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. മനുഷ്യക്കടത്തിന് ഇരയാകുന്നവർക്ക് ബെന്യാമിന്റെ ആടുജീവിതത്തിലെ അവസ്ഥയാണെന്ന് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. അഞ്ചേരി ബേബി വധക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന CPM ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി MM മണിയടക്കം 3 പ്രതികളുടെ റിമാൻഡ് കാലാവധി ഡിസംബർ 31 വരെ നീട്ടി. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് മണിയെയും 1ഉം 3ഉം പ്രതികളായ കൈനകരി കുട്ടൻ, OG മദനൻ എന്നിവരെയും ഇന്ന് നെടുങ്കണ്ടം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 3 പേരും നൽകിയ ജാമ്യാപേക്ഷ തൊടുപുഴ സെഷൻസ് കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. മണിയുടെ ജാമ്യാപേക്ഷ നേരത്തെ കോടതി തള്ളിയിരുന്നു. ലാവ്ലിൻ കേസിൽ കമ്പനിയെയും കമ്പനി പ്രതിനിധിയെയും ഒഴിവാക്കി വിചാരണ നടത്തണമെന്ന പിണറായി വിജയന്റെ ആവശ്യത്തിൽ കോടതി 24 വിധി പറയും. തിരുവനന്തപുരം പ്രത്യേക CBI കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. പിണറായിയുടെ ആവശ്യത്തെ എതിർക്കുന്ന കൂടുതൽ വാദങ്ങളുമായി CBI മുന്നോട്ട് വന്നതോടെയാണ് ഹർജിയിൽ വിധി പറയുന്നത് മാറ്റിയത്. കണ്ണൂർ ജില്ലയിൽ 4000-ലധികം കർഷകർക്ക് മാർച്ച് 31 മുമ്പായി പട്ടയം നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. രേഖാമൂലം ഉറപ്പ് ലഭിച്ചതോടെ കർഷക കോൺഗ്രസ് 4 ദിവസമായി കലക്ടറേറ്റിന് മുന്നിൽ നടത്തിവന്ന നിരാഹാര സമരം പിൻവലിച്ചു. പാനൂർ വടക്കേക്കളത്തെ അടക്കം ജില്ലയിലെ 18 സ്ഥലത്തെ കുടിയേറ്റ കർഷകരാണ് പട്ടയത്തിനായി പതിറ്റാണ്ടുകളായി സമരം ചെയ്യുന്നത്. കർഷകർക്ക് പട്ടയം നൽകാൻ രൂപീകരിച്ച ഭൂപരിഷ്കരണ ഭേദഗതി നിയമം ചട്ടമാക്കാതെ 2 സർക്കാരുകളും ഉരുണ്ടുകളിച്ചതോടെയാണ് സമരം ശക്തിപ്പെട്ടത്. 4 ദിവസമായി കർഷക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KK ജോസഫ്, D സാബൂസ്, ജില്ലാ പ്രസിഡന്റ് വിജയൻ തുടങ്ങിയവർ കലക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരത്തിലായിരുന്നു. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കർഷകരും ഓരോ ദിവസങ്ങളിലും സമരത്തിന് എത്തിയിരുന്നു. മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതോടെയാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. മുഖ്യമന്ത്രി ഇങ്ങോട്ട് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് മുഖ്യമന്ത്രിയിൽ അത് നടപ്പിലാക്കും എന്നുള്ളത്. അതിന് എന്തെല്ലാം ടെക്നിക്കൽ പ്രശ്നങ്ങൾ വന്നാലും ഈ 31-നുള്ളിൽ അത് പരിഹരിച്ച് ഇത് കൊണ്ടുപോയി ഇത് കൃഷിക്കാരന്റെ ഭൂമിയാക്കി മാറ്റണം.
കർഷകർക്ക് 4 ഏക്കർ വരെ ഭൂമിക്ക് പട്ടയം മാർച്ച് 31 മുമ്പായി നൽകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ജില്ലയിലെ 18 സ്ഥലങ്ങളിലായി 4000-ലധികം കർഷക കുടുംബങ്ങളാണ് പട്ടയം കിട്ടാതെ കർഷകർ സ്വന്തം ഭൂമിയിൽ അന്യരായിരിക്കുന്നത്. ഡൽഹിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിനുള്ളിൽ വെച്ച് മെഡിക്കൽ വിദ്യാർത്ഥിനിയെ മാനഭംഗപ്പെടുത്തി. കൂട്ടമാനഭംഗത്തിനു ശേഷം അക്രമികൾ ബസ്സിനു പുറത്തേക്ക് എറിഞ്ഞ പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ സഫ്ദർജംഗ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തെക്കൻ ഡൽഹിയിലെ വസന്ത് വിഹാർ മേഖലയിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. രാത്രി 11 മണിയോടെ മുനീർ ഖയിൽ നിന്ന് ദ്വാരകയിലേക്ക് പോകാനാണ് പെൺകുട്ടിയും സുഹൃത്തും ബസ്സിൽ കയറിയത്. തുടക്കം മുതൽ ബസ്സിലുണ്ടായിരുന്ന 5-അംഗ സംഘം പെൺകുട്ടിയെ ശല്യം ചെയ്യാൻ ആരംഭിച്ചു. ഇത് ചോദ്യം ചെയ്ത സുഹൃത്തിനെ മർദ്ദിച്ചവശനാക്കി പെൺകുട്ടിയെ കൂട്ടമാനഭംഗത്തിന് വിധേയമാക്കുകയായിരുന്നു. അവശനിലയിലായ പെൺകുട്ടിയെയും സുഹൃത്തിനെയും മഹിപാൽപൂർ ഫ്ളൈ ഓവറിനു സമീപം അക്രമി സംഘം ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു. പുലർച്ചെ 1:30-യോടെ പെൺകുട്ടിയുടെ യുവാവ് വസന്ത് വിഹാർ പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിച്ചതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി സഫ്ദർജംഗ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇനിയും അപകടനില തരണം ചെയ്തിട്ടില്ല. लग्जरी बस थी जिसमें मेरा भांजा और लड़की दोनों एक साथ बैठे. पहले से ही 5 से 7 की संख्या में वहां से बस का स्टाफ मौजूद था. 10 मिनट बाद लोगों ने छेड़खानी करना चालू कर दिया. लड़का विरोध किया. विरोध करने के बाद इन लोगों ने राड निकाल करके लड़के को मारा. വസന്ത് വിഹാർ പോലീസ് കേസെടുത്തെങ്കിലും ആരെയും പിടികൂടിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് 2 ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയെ ആക്രമിച്ചവർ ബസ് ജീവനക്കാരാണോ യാത്രക്കാരാണോ എന്ന് വ്യക്തമായിട്ടില്ല. പറവൂർ പിണവാണിഭവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത 2ാമത്തെ കേസിൽ വിധി പറയുന്നത് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റി. ചലച്ചിത്ര നിർമ്മാതാവ് പെൺകുട്ടികളെ വിലയ്ക്ക് വാങ്ങി പീഡിപ്പിച്ചെന്ന കേസിൽ മാതാപിതാക്കളടക്കം 6 പേർ പ്രതികളാണ്. ചലച്ചിത്ര നിർമ്മാതാവായ ജനതാ വിജയൻ പെൺകുട്ടിയെ 40,000 രൂപയ്ക്ക് വിലയ്ക്ക് വാങ്ങി പീഡിപ്പിക്കുകയും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ചെയ്തെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ജനതാ വിജയന് പുറമെ പെൺകുട്ടിയുടെ പിതാവ് സുധീർ, മാതാവ് സുബൈദ, വർക്കലയിൽ റിസോർട്ട് ഉടമയായ ഉണ്ണികൃഷ്ണൻ, വർക്കലയിൽ ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്ന സുഗുണൻ, സിനിമാ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായ ബിജു എന്നിവരാണ് കേസിലെ പ്രതികൾ. 2010 ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ കാലാവധി ജനുവരി 10-ന് അവസാനിക്കും. പുതിയ കമ്മിറ്റി അംഗങ്ങളെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചു. കോൺഗ്രസ് പ്രതിനിധി മുഹ്സിന കിദ്വായി അംഗമായുള്ള 23-അംഗ കമ്മിറ്റിയുടെ കാലാവധിയാണ് അവസാനിക്കുക. കേന്ദ്ര സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കാലാവധി 3 വർഷമാണ്. 2013-ലെ ഹജ്ജ് നടപടികൾ ജനുവരിയിൽ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് പഴയ കമ്മിറ്റി അവസാനിക്കുന്നതിനു മുമ്പ് തന്നെ പുതിയ കമ്മിറ്റിയെ കണ്ടെത്തുന്നത്. 23-അംഗ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയിൽ 4 എംപിമാർ അംഗങ്ങളാണ്. ഇതിനു പുറമെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെ കൊണ്ടുപോകുന്ന കേരളം, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോ പ്രതിനിധികൾ കൂടിയുണ്ടാവും. എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾപ്പെടുത്തി 6 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഈ മേഖലകളിൽ നിന്ന് ഓരോ പ്രതിനിധികളും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയിൽ ഉൾപ്പെടും. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് ഒരു മേഖല. ഇതിൽ കേരളത്തിന്റെ ഒരു പ്രതിനിധിയുള്ളതിനാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കും മേഖലാ പ്രതിനിധിയെ കണ്ടെത്തുക. വോട്ടെടുപ്പ് ജനുവരി 9-നാണ് നടക്കുക. ശേഷിക്കുന്നവർ മതപണ്ഡിതരും സാമൂഹിക പ്രവർത്തകരുമായിരിക്കും. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗമായി ET മുഹമ്മദ് ബഷീർ MP-യെ കേരള ഹജ്ജ് കമ്മിറ്റി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. കണക്ടിക്കട്സ് സ്കൂൾ ദുരന്തത്തിന്റെ ആഘാതം വിട്ടുമാറും മുമ്പ് കാലിഫോർണിയയിൽ ഷോപ്പിംഗ് മാളിലുണ്ടായ വെടിവെപ്പിൽ അമേരിക്ക വീണ്ടും ഞെട്ടി. തിരക്കേറിയ ഷോപ്പിംഗ് മാളിന് പുറത്ത് തോക്കുമായെത്തിയ അക്രമി 50 റൗണ്ട് വെടിയുതിർത്തെങ്കിലും ആർക്കും പരിക്കില്ല. വെടിയൊച്ചയിൽ അമേരിക്ക വീണ്ടും വിറച്ചു. ഇത്തവണ കാലിഫോർണിയയിലെ ഓറഞ്ച് കൌണ്ടിയിലെ ഷോപ്പിംഗ് മാളായിരുന്നു തോക്കുധാരിയുടെ പരാക്രമത്തിന് വേദിയായത്. ക്രിസ്മസ് ഷോപ്പിംഗ് കാലമായതിനാൽ മാളിൽ നല്ല തിരക്കുണ്ടായിരുന്നു. വെടിയുതിർത്ത മധ്യവയസ്കൻ പോലീസ് പിടിയിലായി. കണക്ടിക്കട്സിലെ സ്കൂളിൽ 27 കുട്ടികൾ വെടിയേറ്റു മരിച്ചതിന്റെ ആഘാതം മാറും മുമ്പാണ് സംഭവം. അക്രമ പരമ്പര ക്രിസ്മസ് ആഘോഷങ്ങളുടെ നിറം കളയുമെന്നാണ് സൂചന. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് തുടർച്ചയായി അക്രമങ്ങളുണ്ടാകുന്നതിൽ അമേരിക്കൻ സമൂഹം ആശങ്കയിലാണ്. ഇതിനിടെ അക്രമങ്ങളിൽ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ ആശങ്കയും ദുഃഖവും രേഖപ്പെടുത്തി. അടുത്ത കാലത്ത് ഇന്ത്യ സന്ദർശിച്ച പാക് ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യ പാക് ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കാനിടയുള്ള പ്രസ്താവനകൾ നടത്തി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി റഹ്മാൻ മാലിക്കിന്റെ ഇന്ത്യ സന്ദർശനം അവസാനിച്ചു.
മുംബൈ ഭീകരാക്രമണം തടയാൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നുവെന്ന് തുടങ്ങി ലഷ്കർ ഭീകരൻ അബൂജന്തൽ ഇന്ത്യൻ ഏജന്റാണെന്ന് വരെയുള്ള പ്രസ്താവനകളാണ് സന്ദർശനത്തിന്റെ അവസാന ദിവസമായ ഇന്നലെ അദ്ദേഹം നടത്തിയത്. കഴിഞ്ഞ ദിവസം ലഷ്കർ എ തൊയ്ബ മേധാവി ഹാഫിസ് സയ്യിദിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം തള്ളിയും ബാബരി മസ്ജിദ്, മുംബൈ ആക്രമണം എന്നിവ താരതമ്യപ്പെടുത്തിയും മാലിക് വിവാദമുയർത്തിയിരുന്നു. അതേസമയം പാക് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനകൾ തീർത്തും അസംബന്ധമാണെന്ന മറുപടിയുമായി ഇന്നലെ തന്നെ ഇന്ത്യ രംഗത്തുവന്നു. മുംബൈ ആക്രമണം തടയുന്നതിൽ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ പരാജയപ്പെട്ടതായി ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് റഹ്മാൻ മാലിക് ആരോപിച്ചത്. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഹൈബർ ഗോത്ര മേഖലയിലെ മാർക്കറ്റിലുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 17 പേർ കൊല്ലപ്പെട്ടു. 12ഓളം പേർക്ക് പരിക്കേറ്റു. ഹൈബറിലെ പ്രധാന നഗരമായ ജംറൂദിലെ ഫൌജി മാർക്കറ്റിനടുത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച് നിർത്തിയിട്ട കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. മാർക്കറ്റിലെ കെട്ടിടങ്ങളും വാഹനങ്ങളും തകർന്നിട്ടുണ്ട്. ഹൈബർ ഗോത്ര ഭരണസമിതിയുടെ ഓഫീസിന് മുന്നിലാണ് സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ പെഷവാറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പലരുടെയും നില ഗുരുതരമാണെന്ന് അധികൃതർ അറിയിച്ചു. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. ഗൾഫ് വാർത്തകൾ. കോഴിക്കോട് നടക്കുന്ന മുജാഹിദ് ഔദ്യോഗിക വിഭാഗത്തിന്റെ 8ാമത് സംസ്ഥാന സമ്മേളന പ്രചാരണാർത്ഥം കേരളത്തിൽ നിന്നെത്തിയ മുജാഹിദ് നേതാക്കൾക്ക് കുവൈത്തിലെ പോഷക സംഘടനയായ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ KKICയുടെ സഹകരണം ലഭിച്ചില്ല. സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥമാണ് കുവൈത്തിലെത്തിയതെന്ന് നേതാക്കൾ തന്നെ വ്യക്തമാക്കിയെങ്കിലും KKICയുടെ നേതൃത്വത്തിൽ ഇവരെ പങ്കെടുപ്പിച്ച് പ്രചാരണ പരിപാടികളോ മറ്റോ നടക്കാതെ മടങ്ങേണ്ടി വന്നു. അതേസമയം നേതൃത്വം ഔദ്യോഗികമായി സഹകരിച്ചില്ലെങ്കിലും നേതൃരംഗത്തുള്ള ചിലരടക്കം സംഘവുമായി സഹകരിച്ചിരുന്നുവെന്നറിയുന്നു. ഇതോടെ കേരള മുജാഹിദ് നേതൃത്വവും KKIC നേതൃത്വവുമായി നിലനിൽക്കുന്ന ഭിന്നിപ്പ് മറനീക്കി പുറത്തുവരികയാണ്. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ സംസ്ഥാന കമ്മിറ്റിയിൽ അടുത്ത കാലത്തായി ഉണ്ടായ ജിന്ന് വിവാദ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രമുഖ പ്രഭാഷകൻ സക്കരിയ സ്വലാഹിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള പ്രശ്നങ്ങളാണ് കുവൈത്തിലും ഉണ്ടായതെന്നാണ് സൂചന. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ സെക്രട്ടറി അബ്ദുറഹ്മാൻ സലഫി, ട്രഷറർ നൂർ മുഹമ്മദ് നൂർ ഷാ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MM അക്ബർ എന്നിവരാണ് സമ്മേളന പ്രചാരണാർത്ഥം കുവൈത്തിലെത്തിയത്. എന്നാൽ KKIC നേതൃത്വം ഔദ്യോഗികമായി ഇവരുമായി സഹകരിക്കുകയോ ഇവരെ ഉൾപ്പെടുത്തി പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുകയോ ചെയ്തില്ല. സംഘടനയുടെ സംസ്ഥാന സമ്മേളനമായിട്ടും നേതൃത്വത്തിലെ പ്രമുഖർ തന്നെ എത്തിയിട്ടും കുവൈത്തിൽ ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനം വിളിക്കാൻ പോലും കഴിയാതെ സംഘം കഴിഞ്ഞ ദിവസം രാത്രിയോടെ മടങ്ങുകയും ചെയ്തു. സംസ്ഥാന സമ്മേളനം നടക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പെന്ന നിലയിൽ പത്രക്കുറിപ്പ് ഇറക്കുക മാത്രമാണ് സംഘത്തിന് ചെയ്യാനായത്. തങ്ങളെത്തിയത് സമ്മേളന പ്രചാരണാർത്ഥമല്ലെന്നും കുവൈത്ത് ഔക്കാഫ് മന്ത്രാലയം, ബൈത്തുൽ സക്കാത്ത് എന്നിവിടങ്ങളിൽ നിന്നും പ്രമുഖരെ സമ്മേളനത്തിന് ക്ഷണിക്കാൻ വേണ്ടി മാത്രമാണെന്നും ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ MM അക്ബർ പറഞ്ഞു. KKIC നേതൃത്വവുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിലും സംഘടനാ തലത്തിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ കാരണമാവാം അവർ തങ്ങളുമായി സഹകരിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖത്തറിൽ ദേശീയ ദിനാഘോഷങ്ങളുടെ തിരക്കിൽ മുഴുകിയ രാജ്യം മഴയിൽ നനഞ്ഞ് തണുപ്പിലേക്ക്. നേരത്തെ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വിവിധ ദിവസങ്ങളിലായി പെയ്ത് മാറി നിന്ന മഴ ഇന്നലെ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളിലും പെയ്തതായാണ് റിപ്പോർട്ട്. ഇതോടെ തണുപ്പും ശക്തമായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം. മേഘാവൃതമായ ആകാശത്തിന് കീഴെ ഉരുണ്ടുമൂടിയ അന്തരീക്ഷത്തിലേക്കാണ് ഇന്നലെ നേരം പുലർന്നത്. പകൽ മുഴുവൻ ആകാശം മേഘാവൃതമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് രാവിലെ മുതൽ നല്ല തണുപ്പാണ് അനുഭവപ്പെട്ടത്. 18 ഡിഗ്രിയായിരുന്നു കുറഞ്ഞ താപനില. ദോഹയിലടക്കം രാവിലെ നേരിയ തോതിലായിരുന്നു മഴ. എന്നാൽ ഉച്ച കഴിഞ്ഞും വൈകിട്ടുമായി മിക്ക ഭാഗങ്ങളിലും സാമാന്യം ശക്തമായി തന്നെ മഴ പെയ്തു. ഈ വർഷം ദോഹയിൽ കൂടുതൽ മഴ ലഭിച്ചതും ഇന്നലെയായിരുന്നു. വൈകിട്ട് 5 മണിയോടെ ദോഹയിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ മഴ പെയ്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആസുരതകളിലെ ദുരപേരിയുയരുമ്പോ ആകുലങ്ങളിലെ നിരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ വിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു.
വൈജ്ഞാനിക വിപ്ലവത്തിന്റെ 35 വർഷങ്ങൾ. മർക്കസ് 35ാം വാർഷിക മഹാസമ്മേളനം 2013 ജനുവരി 4 മുതൽ 6 വരെ കോഴിക്കോട് മർക്കസ് നഗരിയിൽ. ഇന്ത്യയിലും വിദേശത്തുമായി 30-ൽ പരം ക്യാമ്പസുകൾ, 100ഓളം സ്ഥാപനങ്ങൾ. ജീവകാരുണ്യ മേഖലയിലെ മികവിന് അന്താരാഷ്ട്ര അംഗീകാരം. ഈ മാനവിക മുന്നേറ്റത്തിൽ പങ്കാളികളാവുക. മർക്കസ്, ഷേപ്പിംഗ് എ കൾച്ചർ. 35 years of educational revivalism and social empowerment. Marcus 35th Annual Conference and Convocation 2013, January 4th, 5th and 6th at Marcus Nagar, Calicut. More than 30 campuses and 100 institutions throughout India and abroad. International merit achievements and recognition for charity services. Be a part of this humanitarian movement. Marcus, shaping a culture. സംഘടനാ വാർത്തകൾ. വണ്ണക്കോട് യൂണിറ്റ് SSF SYS സംഘടിപ്പിക്കുന്ന നസീഹ 2012 രണ്ടാം ദിവസമായ ഇന്ന് VP ഏത്തങ്ങൾ ആട്ടീരി പ്രഭാഷണം നടത്തും. ഇന്നലെ തുടക്കം കുറിച്ച ദശദിന പ്രഭാഷണവേദി സേദലവി മദനിയുടെ അധ്യക്ഷതയിൽ അബൂബക്കർ സഖാഫി വണ്ണക്കോട് ഉദ്ഘാടനം ചെയ്തു. PA മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം വിജയം വിശ്വാസത്തിലൂടെ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഇന്ന് നടക്കുന്ന പ്രഭാഷണവേദിയിൽ ഹിദായത്തുൽ ഇസ്ലാം സുന്നി മദ്രസ സദർ മുഅല്ലിം ഖാസിം മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ OP സൈദലവി മദനി ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ പണ്ഡിതനും സയ്യിദുമായ VP ഏത്തങ്ങൾ ആട്ടീരി തിരുനബി സ്നേഹസ്മരണകൾ എന്ന വിഷയത്തിൽ സംസാരിക്കും. നാളെ വൈകിട്ട് 7 മണിക്ക് എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം എന്ന ശീർഷകത്തിൽ അബ്ദുറഷീദ് സഖാഫി ഏലംകുളം സംസാരിക്കും. ഈ മാസം 25-ന് പൊതുസമ്മേളനത്തോടെ പരിപാടികൾക്ക് സമാപനം കുറിക്കും. ലോക അറബിക് ദിനാചരണത്തിന്റെ ഭാഗമായി മർക്കസ് വിദ്യാർത്ഥി സംഘടന ഇഹ്യാ ഉസ്സുന്ന നാളെ മർക്കസിൽ സംഘടിപ്പിക്കുന്ന അറബിക് സെമിനാറിനും പ്രബന്ധ മത്സര വിജയികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങിനുമുള്ള ഒരുക്കങ്ങളായി. കോളേജ് ഓഫ് അറബിക് ലാംഗ്വേജ്, കോളേജ് ഓഫ് തിയോളജി, കോളേജ് ഓഫ് ശരീഅത്ത്, അറബിക് റിസർച്ച് സെന്റർ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിജയികൾക്കാണ് അവാർഡുകൾ നൽകുന്നത്. 20 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുത്തു. സെമിനാർ മർക്കസ് ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ഷെയ്ഖ് ഷബീബ് അലി മുഹമ്മദ് ബുത്തു അബുദാബി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള അബ്ദുൽ ജലീൽ റാസൽ കൈമ, ഷെയ്ഖ് അബ്ദുള്ള മുബാറക് അൽ അരീമി ഒമാൻ, ഡോക്ടർ അബ്ദുൽ ജബ്ബാർ, C മുഹമ്മദ് ഫൈസി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും. ലോക അറബിക് ദിനമായ നാളെ തിരുവനന്തപുരത്ത് അറബിക് സെമിനാറും 1 വർഷം നീണ്ടു നിൽക്കുന്ന ഭാഷാ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും നടത്താൻ അറബിക് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഫോറം അലിഫ് യോഗം തീരുമാനിച്ചു. നാളെ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറഹ്ബ് ഉദ്ഘാടനം ചെയ്യും. അലിഫ് ചെയർമാൻ സയ്യിദ് മുഹമ്മദ് തുറാബ് അസഖാഫി അധ്യക്ഷത വഹിക്കും. ആരോഗ്യമന്ത്രി VS ശിവകുമാർ മുഖ്യാതിഥിയായിരിക്കും. ഡോക്ടർ N ഇല്യാസ് കുട്ടി വിഷയാവതരണം നടത്തും. വർക്കല കഹാർ MLA, പാലോട് രവി MLA, ഡോക്ടർ നിസാർ N അലി അബ്ദുള്ള, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും. ലോക അറബി ഭാഷാ ദിനമായ നാളെ അറബി ഭാഷാ ദിനത്തിന്റെ ഭാഗമായി സെമിനാറുകളും അറബിക് സ്റ്റുഡൻസ് മീറ്റുകളും സംഘടിപ്പിക്കാൻ അറബിക് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഫോറം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികളോടും പ്രാസ്ഥാനിക ഘടകങ്ങളോടും ആഹ്വാനം ചെയ്തു. അഞ്ചച്ചവിടി തട്ടാൻകുന്ന് SYS ആദർശ സമ്മേളനവും സ്വലാത്തും ഇന്നും നാളെയും അഞ്ചച്ചവിടി തട്ടാൻകുന്നിൽ നടക്കും. ആദർശ സമ്മേളനത്തിൽ ഇന്ന് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി സംസാരിക്കും. നാളെ സ്വലാത്തിന് സയ്യിദ് അബ്ദുൽ ഖാദർ ഹൈദ്രോസ് മുത്തുക്കോയത്തങ്ങൾ എളങ്കൂർ നേതൃത്വം നൽകും. വെട്ടിച്ചിറ മേഖലാ മുഅല്ലിം മഹർജാൻ സമാപിച്ചു. കഞ്ഞിപ്പുര ഉർവത്തുൽ വുസ്ഖ മദ്രസയിൽ മേഖലാ പ്രസിഡന്റ് ഇസ്ഹാഖ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ SMA സംസ്ഥാന സമിതി അംഗം അബൂബക്കർ ഷെർവാനി ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിത്തങ്ങൾ പതാക ഉയർത്തി. 24 ഇനങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ കൊളത്തൂർ, വെട്ടിച്ചിറ, കാരേക്കാട് എന്നീ റേഞ്ചുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. സമാപന സംഗമം സയ്യിദ് ഹസൻ കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ SJM സ്റ്റേറ്റ് സെക്രട്ടറി ക്ലാരി ബാബ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. SJM തിരൂർ മേഖലാ മുഅല്ലിം മഹർജാൻ വയലത്തൂർ അത്താണിക്കൽ സുന്നി സെന്റർ മദ്രസയിൽ നടന്നു. SYS സംസ്ഥാന സെക്രട്ടറി CP സേദലവി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KPH തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ഇസ്ലാമിന്റെ നിയമങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ മിൻഹാജ് പണ്ഡിത ദർസ് ഇന്ന് നടക്കുന്നു. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ വൈകിട്ട് 5:30 ആരംഭിച്ച പണ്ഡിത ദർസ് 9 മണിവരെ നീണ്ടുനിൽക്കും. പണ്ഡിത ദർസിൽ പ്രമുഖ പണ്ഡിതർ സംബന്ധിക്കും. ചങ്കുവെട്ടി വേങ്ങര ഭാഗത്തേക്ക് ദർസ് കഴിഞ്ഞ് പോകുന്നവർക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു.
സമരമാണ് ജീവിതം എന്ന ശീർഷകത്തിൽ നടന്ന SSF നാദാപുരം ഡിവിഷൻ സമ്മേളനം നാദാപുരത്തു നിന്നും കല്ലാച്ചിയിലേക്ക് നടന്ന റാലിയോടെ സമാപിച്ചു. പ്രതിനിധി സമ്മേളനം യൂസഫ് സഖാഫി വിലാദുപുരത്തിന്റെ അധ്യക്ഷതയിൽ ഹുസൈൻ മാസ്റ്റർ കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. വിവിധ സെഷനുകൾക്ക് കരീം നിസാമി, ഇബ്രാഹിം സഖാഫി കുമ്മോളി, മജീദ് അരിയല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മർക്കസ് സമ്മേളന വിശേഷങ്ങൾ. മരുമാനസങ്ങളിൽ നനവ് പടർത്തി പാടാം മർക്കസ് ഗീതങ്ങൾ, കോർക്കാം ഇശലിൻ ഹാരങ്ങൾ. പാടാം മർക്കസ് ഗീതങ്ങൾ, കോർക്കാം ഇശലിൻ ഹാരങ്ങൾ. അലിവിന്റെ രാഗമധുരം, മർക്കസ് കനിവിന്റെ സ്നേഹമധുരം. മർക്കസ് സഖാഫത്ത് സുന്നിയ 35ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന മർക്കസ് സന്ദേശയാത്ര ഇന്ന് രാവിലെ 9 മണിക്ക് എളേറ്റിൽ വട്ടോളിയിൽ നിന്ന് ആരംഭിച്ചു. തുടർന്ന് 12 മണിക്ക് തിരുവമ്പാടിയിലും 2 മണിക്ക് മാവൂരിലും 4 മണിക്ക് ഫറൂഖിലും പര്യടനം നടത്തി. വൈകിട്ട് 7 മണിയോടെ മുതലക്കുളം മൈതാനിയിൽ സമാപിക്കും. സമാപന സമ്മേളനം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ രാവിലെ പെരിങ്ങത്തൂരിൽ നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര നാദാപുരം, വടകര, പയ്യോളി, നടുവണ്ണൂർ എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി ബാലുശ്ശേരിയിൽ സമാപിച്ചു. വൈകിട്ട് 6 മണിക്ക് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന സമ്മേളനം സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി മുഖ്യ പ്രഭാഷണം നടത്തി. SYS മേഖലാ പ്രസിഡന്റ് KH കോയ ഹാജി, ജാഥ ക്യാപ്റ്റൻ സയ്യിദ് യൂസഫുൽ ബുഖാരിയെ ഷാളണിയിച്ചു. VPM ഫൈസി വില്യാപ്പള്ളി, ത്വാഹിർ സഖാഫി മഞ്ചേരി, PK അബ്ദുറഹ്മാൻ ബാക്കവി തുടങ്ങി പ്രമുഖർ പ്രസംഗിച്ചു. മേഖലാ സെക്രട്ടറി സ്വാദിഖ് അറപ്പേടിക സ്വാഗതം പറഞ്ഞു. മംഗലാപുരത്ത് നിന്ന് സയ്യിദ് യൂസഫുൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഉത്തരമേഖല മർക്കസ് സന്ദേശയാത്രയ്ക്ക് ഇന്ന് വൈകിട്ട് 7 മണിക്ക് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിലാണ് സ്വീകരണം നൽകുന്നത്. സയ്യിദ് മുഹമ്മദ് ബാഫഖി തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനം SYS സംസ്ഥാന സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്യും. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗം പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, മർക്കസ് ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസി, SSF അഖിലേന്ത്യാ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് തുറാബത്തങ്ങൾ, SMA സംസ്ഥാന ഉപാധ്യക്ഷൻ VM കോയ മാസ്റ്റർ, ത്വാഹിർ സഖാഫി മഞ്ചേരി, SYS ജില്ലാ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പരിപാടിയിൽ സംസാരിക്കും. മർക്കസിലേക്ക് ഓരോ യൂണിറ്റുകളിൽ നിന്നും ശേഖരിച്ച സമ്മേളന കവർ ജാഥ ക്യാപ്റ്റൻ വയലത്തൂർ സയ്യിദ് യൂസഫ് ബുഖാരി തങ്ങൾ ഏറ്റുവാങ്ങും. സമ്മേളന കവറുകൾ കൈമാറേണ്ട യൂണിറ്റ് ഭാരവാഹികൾ സമ്മേളന നഗരിയിലെ സംഘാടക സമിതി ഓഫീസിൽ 5 മണിക്ക് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. മർക്കസ് സമ്മേളന സന്ദേശയാത്ര സമാപന സമ്മേളനത്തിന് മലപ്പുറത്ത് 101 അംഗ സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. ഈ മാസം 20 വൈകുന്നേരം 6 മണിക്കാണ് സന്ദേശയാത്രകൾ മലപ്പുറത്ത് സമാപിക്കുന്നത്. ഡിസംബർ 14 തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നും ഇരുയാത്രകളും തുടക്കം കുറിച്ചു. സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് യൂസഫുൽ ബുഖാരി വയലത്തൂർ നേതൃത്വം നൽകുന്ന ഇരുയാത്രകളും 19 ജില്ലയിൽ പ്രവേശിച്ച് 8 സ്വീകരണങ്ങൾക്ക് ശേഷം മലപ്പുറത്ത് നടക്കുന്ന സ്വീകരണ സമാപന സമ്മേളനത്തോടെ സമാപിക്കും. സമാപന സമ്മേളനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ യൂണിറ്റ്, സെക്ടർ, പഞ്ചായത്ത് ഘടകങ്ങളിൽ നടന്നുവരുന്നു. പ്രചാരണ യാത്ര, കവലപ്രസംഗം തുടങ്ങിയ വ്യത്യസ്തമായ പ്രചാരണ പരിപാടികളാണ് നടക്കുന്നത്. സന്ദേശയാത്രയെ വരവേൽക്കാൻ നാടും നഗരവും ഒരുക്കങ്ങളിലായി. മത, സാമൂഹിക, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖരാണ് യാത്രയെ സ്വീകരിക്കാൻ മലപ്പുറത്ത് എത്തുക. സ്വാഗത സംഘം രൂപവൽക്കരണ കൺവെൻഷൻ SYS ജില്ലാ സെക്രട്ടറി ഊരകം അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ചിരക്കാപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു. മർക്കസ് സമ്മേളന പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം 7 മണിക്ക് കടുങ്ങാത്തുകുണ്ട് പാറമ്മലങ്ങാടിയിൽ പ്രചാരണ പൊതുയോഗവും SSF സെക്ടർ ഓഫീസ് ഉദ്ഘാടനവും നടക്കും. പരിപാടിയിൽ യൂനുസ് സഖാഫി നന്നമ്പ്ര, ഫൈസൽ ഹസനി രണ്ടത്താണി തുടങ്ങിയവർ പ്രസംഗിക്കും. വെള്ളുവങ്ങാട് പറമ്പൻ പൂളക്കലിൽ ഇന്ന് മർക്കസ് സമ്മേളന പ്രചാരണ പൊതുയോഗം നടക്കും. ഉമർ അലി സഖാഫി പറവൂർ, KK അബ്ദുള്ള മുസ്ലിയാർ പ്രസംഗിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മർക്കസ് സമ്മേളനം സന്ദേശയാത്രയ്ക്ക് ആസ്ഥാന ജില്ലയിൽ ആവേശകരമായ സ്വീകരണം. ജില്ലാ സന്ദേശയാത്ര ഇന്ന് മുതലക്കുളത്ത് സമാപിക്കും. ബാംഗ്ലൂർ സ്ഫോടനക്കേസിൽ പ്രതിയാക്കപ്പെട്ട് കർണാടക ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅ്ദനിക്ക് ചികിത്സ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി.
CPM പ്രതിനിധി സംഘം മാദനിയുടെ വീട് സന്ദർശിച്ചു. മാദനി വിഷയം CPM രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. നിയമസഭയിൽ പ്രമേയം പാസാക്കണമെന്ന് യൂത്ത് ലീഗ്. ഡൽഹിയിൽ ബസ്സിനുള്ളിൽ വിദ്യാർത്ഥിനിയെ മാനഭംഗപ്പെടുത്തി പുറത്തേക്കെറിഞ്ഞു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി കാലാവധി ജനുവരി 10 അവസാനിക്കും. പുതിയ കമ്മിറ്റി ജനുവരിയിൽ. വിവാദ പ്രസ്താവനകളോടെ പാക് ആഭ്യന്തരമന്ത്രി റഹ്മാൻ മാലിക്കിന്റെ ഇന്ത്യ സന്ദർശനം സമാപിച്ചു. പാകിസ്ഥാനിലെ മാർക്കറ്റിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ 17 പേർ കൊല്ലപ്പെട്ടു. നസീഹ 2012 പ്രഭാഷണ വേദിയിൽ ഇന്ന് VPA തങ്ങൾ ആട്ടീരി. ഇതോടെ KMAC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും KMAC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.